നമുക്കറിയാം HSC എക്സാം ഇനിയിപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനിടയിൽ നമ്മൾ ഓരോ മൊഡ്യൂളും ഓരോ ലൈവ് ക്ലാസ്സിൽ നമ്മൾ റിവിഷൻ ചെയ്തു പോകും. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് മൊഡ്യൂള് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ആണെന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, तो पहला जो सवाल है ആദ്യത്തെ ചോദ്യമാണ് എന്താണ് നിമ്നലിഖിത് മേ ബച്ചൻ സിംഗ് का ഇതിഹാസ് ഗ്രന്ഥ് है അല്ലെ. അപ്പൊ താഴെ തന്നിരിക്കുന്നതില് ബച്ചൻ സിംഗിന്റെ ഇതിഹാസ് ഗ്രന്ഥ് ഏത് എന്നതാണ് ചോദ്യം. ഓക്കെ, എല്ലാവർക്കും കേൾക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഓപ്ഷൻസ് തരുവാണ്. ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. പെഹ്ല ജോ ഹെ ഹിന്ദി സാഹിത്യ കാ ആധാ ഇതിഹാസ്, സെക്കൻഡ് വൺ ഹിന്ദി സാഹിത്യ കാ ദൂസര ഇതിഹാസ്, and third one Hindi Sahitya ka Ateet, and option D ആധുനിക് ഹിന്ദി സാഹിത്യ എന്നുള്ളതാണ്. ഇവിടെ കമന്റ് ബോക്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഉത്തരം തരിക. അപ്പോൾ ഓക്കെ, നിവിമോൾ ഓപ്ഷൻ ബി പറഞ്ഞിട്ടുണ്ട്, ഹിന്ദി സാഹിത്യ കാ ദൂസര ഇതിഹാസ്. ഗോപിക ബി ആണ് പറഞ്ഞിട്ടുള്ളത്. അഫ്സാന ഹിന്ദി സാഹിത്യ കാ ദൂസര ഇതിഹാസ് എന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇക്ബാൽ ഓപ്ഷൻ ബി പറഞ്ഞിട്ടുണ്ട്. സുജിഷ ഓപ്ഷൻ ബി പറഞ്ഞിട്ടുണ്ട്. ശരണ്യ ബി ആണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഷീല ഡി ആണ് പറഞ്ഞിട്ടുള്ളത്. ആദർശ് ഹിന്ദി സാഹിത്യ ദൂസര ഇതിഹാസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഓൾമോസ്റ്റ് എല്ലാവരും ഓപ്ഷൻ ബി ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ്, ഹിന്ദി സാഹിത്യ ദൂസര ഇതിഹാസ് ആണ് ഇതിൽ ബച്ചൻ സിംഗിൻ്റെതായിട്ടുള്ളത്. ഓക്കെ, വളരെ കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. എന്താണ്, ബച്ചൻ സിംഗിന്റെ ഹിന്ദി സാഹിത്യ ദൂസര ഇതിഹാസ് എന്നത് ആണ് എന്ത് ശരിയായ ഉത്തരം. ഇനി എന്താണ് ഇതില് ബാക്കിയുള്ള ഇതിഹാസ് ഗ്രന്ഥങ്ങൾ ആരുടെ എല്ലാമാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ആദ്യം നമ്മൾ നോക്കുന്നത് പെഹ്ല ജോ ഹെ ഈ ഹിന്ദി സാഹിത്യ ആധ ഇതിഹാസ്. അപ്പൊ ഹിന്ദി സാഹിത്യ ആധ ഇതിഹാസ് എന്ന ഗ്രന്ഥം ആരുടേതാണ് എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഓരോ ഇതിഹാസ ഗ്രന്ഥങ്ങളും ഇതിലേതെങ്കിലുമൊക്കെ ചോദിക്കാം. ഓക്കെ, സുമൻ രാജ് എന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം കമന്റ് ചെയ്തത് നിവിമോൾ അല്ലെ, നിവിമൽ. ഓക്കെ, അതുപോലെ ആദർശ് സുമൻ രാജ് പറഞ്ഞിട്ടുണ്ട്. അഫ്സാന സുമൻ രാജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആധ ഇതിഹാസ് സുമൻ രാജ് എന്ന് ഗോപിക പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, സുമൻ രാജയുടേതാണ് ഹിന്ദി സാഹിത്യ ആധ ഇതിഹാസ്. അങ്ങനെയെങ്കിൽ ഓപ്ഷൻ സി ഹിന്ദി സാഹിത്യ അതീത്, ഇത് ആരുടേതാണ്? ഹിന്ദി സാഹിത്യ അതീത് എന്ന പുസ്തകം ആരുടേതാണെന്ന് കമന്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഫോർബിഡൻ സുമൻ രാജ് എന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കറിയാം ഹിന്ദി സാഹിത്യ അതീത് എന്ന പുസ്തകം ഇതിഹാസ ഗ്രന്ഥ ആരുടേതാണ് എന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, നോക്കാം. ഓക്കെ, ഷീല ഇവിടെ വിശ്വനാഥ് പ്രസാദ് എന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ വിശ്വനാഥ് പ്രസാദ് മിശ്ര, വിശ്വനാഥ് പ്രസാദ് സിംഗ് അല്ലെ, ആരാണ് വിശ്വനാഥ് പ്രസാദ് മിശ്ര? അതെ. അപ്പോൾ വിശ്വനാഥ് പ്രസാദ് മിശ്ര എന്ന ഇതിഹാസക്കാർ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ പുസ്തകമാണോ ഹിന്ദി സാഹിത്യ അതീത് എന്നുള്ളതാണ്. അപ്പോ ഇപ്പോ സ്മാർട്ട് വ്ലോഗ് കമന്റ് ചെയ്തിട്ടുണ്ട്. ജ്യോതി കമന്റ് ചെയ്തിരിക്കുന്നു. പ്രിയാസ് എന്താണ് കമന്റ് ചെയ്തിട്ടുണ്ട്, വിശ്വനാഥ് പ്രസാദ് മിശ്ര എന്നുള്ളതാണ്. അപ്പോ ശരിയായ ഉത്തരം എന്താണ്? വിശ്വനാഥ് പ്രസാദ് മിശ്ര തന്നെയാണ് അല്ലെ. ഹിന്ദി സാഹിത്യ അതീത് അല്ലെ എന്ന് പറയുമ്പോ അത് ആരുടേതാണ്? വിശ്വനാഥ് പ്രസാദ് മിശ്രന്റെ പുസ്തകമാണ്. ഇനി നമുക്ക് നോക്കാം ഓപ്ഷൻ ഡിയിൽ. ഇപ്പോ ആധുനിക് ഹിന്ദി സാഹിത്യ എന്ന പുസ്തകം, ആധുനിക് ഹിന്ദി സാഹിത്യ എന്ന പുസ്തകം ആരുടേതാണെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പോ ആധുനിക് ഹിന്ദി സാഹിത്യം അല്ലെ. അപ്പൊ ആധുനിക് ഹിന്ദി സാഹിത്യ എന്ന് കേൾക്കുമ്പോൾ തന്നെ അത് പുതിയൊരു പുസ്തകം എന്ന രീതിയിൽ പറയാവുന്നതാണ്. അപ്പൊ ഇവിടെ നീ മോള് ഡി കമന്റ് ചെയ്തെങ്കിൽ ലക്ഷ്മി സാഗർ വാഷ്ണെ എന്നുള്ളതാണ്. അത് കറക്റ്റ് ആണോ നമുക്ക് നോക്കാം. ആധുനിക് ഹിന്ദി സാഹിത്യ എന്നുള്ളത് ഇന്ദ്രനാഥ് മദാൻ എന്ന് ആദർശ് കമന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലക്ഷ്മി സാഗർ എന്ന് സജിത കമന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നോക്കാം നമുക്കത് എന്താണ് ആധുനിക് ഹിന്ദി സാഹിത്യ ആരുടേതാണെന്ന് നോക്കാം. ഓക്കെ, ലക്ഷ്മി സാഗർ. ഓക്കെ, ലക്ഷ്മി സാഗർ എന്നാണ് ഇപ്പോ പലരും പറയുന്നത്. ഓക്കെ, അപ്പൊ ലക്ഷ്മി നാഗർ എന്താണ്, സാഗർ അല്ല, വാഷ്ണയല്ല. പിന്നെ ആരാണ് ഇത്? ഇത് നന്ദ ദുലാരെ വാജ്പേയി. അപ്പൊ അദ്ദേഹത്തിന്റെ ഇതിഹാസ ഗ്രന്ഥാണ് ആധുനിക് ഹിന്ദി സാഹിത്യ എന്നുള്ളത്. ആരാണ്?
നന്ദ് ദുലാരെ വാജ്പേയി. അപ്പൊ നിങ്ങൾക്കറിയാം അല്ലെ, നന്ദ് ദുലാരെ വാജ്പേയിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ. ഛായാവാദിന്റെ സമയത്ത് ആലോചക എന്ന രീതിയിൽ നിങ്ങൾക്കറിയാം നന്ദ് ദുലാര വാജ്പേയി. അപ്പോ ഇവിടെ ആധുനിക് ഹിന്ദി സാഹിത്യം, ഇദ്ദേഹത്തിന്റെ മറ്റൊരു പുസ്തകം കൂടിയുണ്ട്. രണ്ട് ഇതിഹാസ ഗ്രന്ഥങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഇതിലൊന്ന് എന്താണ്, ആധുനിക് ഹിന്ദി സാഹിത്യ എന്ന പുസ്തകമാണ്. അപ്പോ ഉത്തരം എന്താണ്? നന്ദ് തുലാരെ വാജ്പേയി. നാലാമത്തെ ആ പുസ്തകം എഴുതിയത് ആരാണ്? നന്ദ് തുലാരെ വാജ്പേയി. ഓക്കെ, എല്ലാവരും ഓക്കെ എന്ന് വിശ്വസിക്കുന്നു. അപ്പോ നന്ദ് ദുലാരെ വാജ്പേയിയുടെ പുസ്തകമാണ് ആധുനിക് ഹിന്ദി സാഹിത്യം. ഓക്കെ ഓക്കെ, നമുക്കിനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. സെക്കൻഡ് വൺ. രണ്ടാമത്തെ ചോദ്യമാണ്, ആദികാൽ കോ വീർകാൽ നാം കിസ്നെ ദിയ. അപ്പൊ വീർകാൽ എന്ന പേര് ആദികാലിന് കൊടുത്തത് ആര് എന്നുള്ളതാണ്. അപ്പൊ നോക്കാം. ഓപ്ഷൻ എ രാംചന്ദ് ശുക്ല, ഓപ്ഷൻ ബി ഹസാരി പ്രസാദ് ദ്വിവേദി, ഓപ്ഷൻ സി വിശ്വനാഥ് പ്രസാദ് മിശ്ര, ഓപ്ഷൻ ഡി രാഹുൽ സൻകൃത്യായൻ. ഓക്കെ, ഇവിടെ വിശ്വനാഥ് എന്ന് ഓൾറെഡി എന്താണ് നമ്മുടെ ഓപ്ഷൻസ് വരുന്നതിന് മുമ്പേ കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ എന്താണ് വിശ്വനാഥ് എന്ന് ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നത് ഓപ്ഷൻ സി എന്നാണ്, വിശ്വനാഥ് പ്രസാദ് മിശ്ര എന്നുള്ളതാണ് കമന്റ് ചെയ്യുന്നത്. ഓക്കെ, ആക്ച്വലി ദാറ്റ്സ് കറക്റ്റ് ആൻസർ. അപ്പോ വിശ്വനാഥ് പ്രസാദ് മിശ്ര ആണ് ആദ്യകാലിന് വീർകാൽ എന്ന പേര് കൊടുത്തത്. അപ്പോൾ ഇവിടെ രാംചന്ദ്ര ശുക്ല ഉണ്ട്, ഹസാരി പ്രസാദ് ദ്വിവേദി ഉണ്ട്, രാഹുൽ സൻകൃത്യാനുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് പേര് പല പേരുകൾ കൊടുത്തിട്ടുണ്ടല്ലേ. വീരഗാഥാകാലം നമുക്കറിയാം, അതുപോലെ എന്താണ് ആദികാൽ എന്നതറിയാം, പ്രാരംഭിക്കാല്, ആരംഭിക്കാല്. അപ്പൊ ഇങ്ങനെയുള്ള പല പേരുകളാല് ഈ ആദികാല് അറിയപ്പെടുന്നുണ്ട്. അതുപോലെ ആദികാൽ എന്ന പേരും കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇതില് രാംചന്ദ്ര ശുക്ല കൊടുത്ത പേര് ഏതാണെന്ന് നിങ്ങൾക്ക് പറയാം അല്ലെ. രാംചന്ദ്ര ശുക്ല, ആചാര്യ രാംചന്ദ്ര ശുക്ല കൊടുത്ത പേര് ഏതാണെന്ന് നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഓക്കെ, വീരഗാഥാകാൽ അഫ്സാന ആസിഫ് കമന്റ് ചെയ്തു. എന്താണ് വീരഗാഥ കാൽ എന്നുള്ളതാണ്. അപ്പോ രാംചന്ദ്ര ശുക്ലിനെ വീരഗാഥാകാൽ ദിയ ഹെ. രാധിക ശ്രീജിത്ത് വീരഗാഥാകാൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. മേഘ വീരഗാഥാകാൽ, ആദർശ് വീരഗാഥാകാൽ. ഓക്കെ, കറക്റ്റ് ആണ്. എന്തുകൊണ്ടാണ്? അതായത് അവിടെ വീരരസപ്രധാനമായ രചനകൾ രചിക്കപ്പെട്ടത് കൊണ്ട് വീരഗാഥാകാൽ എന്നുള്ളതാണെന്ന് ആര് പറഞ്ഞു? രാംചന്ദ്ര ശുക്ല പറഞ്ഞു. നമ്മുടെ ചന്ദ്രവർദായിയുടെ പൃഥ്വിരാജ് രാസോ, അങ്ങനെ രാസോ സാഹിത്യത്തിന്റെ പ്രാധാന്യം അറിയിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇതിനെ വീരഗാഥാകാൽ എന്ന് വിളിച്ചത്. അപ്പോ ഹസാരി പ്രസാദ് ദ്വിവേദിയാണ് ആദികാൽ എന്ന പേര് നൽകിയിട്ടുള്ളത്. ഓക്കെ, HPD എന്ന രീതിയിൽ ഗോപിക ചുരുക്കിയിട്ടുണ്ട്. ഹസാരി പ്രസാദ് ദ്വിവേദി ഷോർട്ട് ഫോം ആക്കിയിട്ടുണ്ട്. ഓക്കെ, എവ്രി വൺ ആർ ആൻസറിങ്. യെസ്, ഇറ്റ്സ് കറക്റ്റ്. എന്താണ് ഹസാരി പ്രസാദ് ദ്വിവേദിനെ ആദികാൽ കോ ആദികാൽ നാം ദിയ. അപ്പൊ ആദികാൽ എന്നത് ആര് കൊടുത്തതാണ്? ഹസാരി പ്രസാദ് ദ്വിവേദിയാണ്. ഓക്കെ, ഇനി ഓപ്ഷൻ സി എന്താണ്? വിശ്വനാഥ് പ്രസാദ് മിശ്ര. വിശ്വനാഥ് പ്രസാദ് മിശ്ര ആണ് വീരകാൽ എന്ന പേര് പറഞ്ഞിട്ടുള്ളത്. ഇനി രാഹുൽ സൻകൃത്യായൻ ഏത് പേര് കൊടുത്തു? ഓക്കെ, ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അവസാന തന്നെയാണ് പറയുന്നത്, സിത്ത സാമന്ത് കാൽ. ഓക്കെ, വളരെ കറക്റ്റ് ആണ്. അതുപോലെ നിർമ്മൽ അല്ല, ന്യുമൽ. ഓക്കെ, വിമൽ. ഓക്കെ, വിമൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് സിത്ത സാമന്ത് കാൽ എന്ന് പറഞ്ഞിരിക്കുന്നു. യെസ്, വളരെ കറക്റ്റ് ആണ്. അപ്പോ നിങ്ങൾ ഇതിൽ എന്താണ് നോക്കേണ്ടത്? ആദ്യകാലുമായി ബന്ധപ്പെട്ട പേരുകൾ, അതുപോലെ രീതികാലുമായി ബന്ധപ്പെട്ട പേരുകൾ, അതുപോലെ ഭക്തികാലുമായി ബന്ധപ്പെട്ട പേരുകൾ, പിന്നെ എന്തുകൊണ്ട് ഈ പേരുകൾ അവർ കൊടുത്തു എന്നതുകൂടി നോക്കി വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പല രീതിയിൽ ചോദ്യങ്ങളെ അറ്റൻഡ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഒരു പോർഷൻ തന്നെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളതാണ്. അപ്പോ ആദികാൽക്കോ വീരകാൽ നാം കിസ്നെ ദിയ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു വിശ്വനാഥ് പ്രസാദ് മിശ്ര. അതുപോലെ രാംചന്ദ്ര ശുക്ല വീരഗാഥാകാൽ, വിശ്വനാഥ്, അതുപോലെ ഹസാരി പ്രസാദ് ദ്വിവേദി ആദികാൽ, രാഹുൽ സൻകൃത്യായൻ സിത്ത സാമന്ത് കാൽ. ഓക്കെ, അപ്പൊ എല്ലാവരും വളരെ സ്റ്റുഡിയസ് ആയിട്ട് വളരെ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. കാരണം ഉത്തരങ്ങൾ ഇങ്ങനെ ചടപട എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി തേർഡ് വൺ നോക്കാം. രാം കുമാർ വർമ്മ കെ അനുസാർ ഹിന്ദി ക ആദി കവി കോൻ ഹെ. അല്ലെ, അപ്പോ ഈ ആദികാലിലുള്ള കവികളെയാണല്ലോ ആദി കവിയായിട്ട് ആദ്യം പ്രഖ്യാപിക്കുന്നത്. കാരണം ആദികാലാണല്ലോ തുടക്കം. അപ്പോ
അന്ന് എഴുതപ്പെട്ട കവികളിൽ ആരെങ്കിലും ആയിരിക്കും ഹിന്ദി സാഹിത്യത്തിലെ ആദ്യ കവി എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇവിടെ ഓപ്ഷൻസ് വരുന്നതിന് മുമ്പേ ഉത്തരങ്ങൾ വന്നു തുടങ്ങി. സ്വയംഭു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം സ്വയംഭു ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ സർഹപ്പ ഉണ്ട്, സ്വയംഭു ഉണ്ട്, ചന്ദ് ഉണ്ട്, പുഷ്യകവി ഉണ്ട്. ഓക്കെ, സ്വയംഭു എന്തായാലും ഓപ്ഷനിൽ ഉണ്ട്. അപ്പോ എന്താണ് സ്വയംഭു എന്നതാണ് കൂടുതലും വന്നിരിക്കുന്നത്. അഫ്സാന പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ പുഷ്പതന്തിന്റെ പേരും പറഞ്ഞിട്ടുണ്ട്. പുഷ്യകവി അല്ലെങ്കിൽ പുഷ്പതന്ത് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ ഇവിടെ രാംകുമാർ വർമ്മയുടെ അഭിപ്രായത്തിൽ ആരാണ് ആദ്യ കവി എന്നുള്ളതാണ്. അപ്പോ നമുക്ക് പറയാം എന്താണ്, രാംകുമാർ വർമ്മ കെ അനുസാർ ഹിന്ദി കാ ആദ്യ കവി കോൻ ഹോത്താ ഹൈ, വോ സ്വയംഭു ഹോത്താ ഹൈ. അപ്പോ എന്താണ്, സ്വയംഭു എന്നതാണ് എന്ത് ശരിയായ ഉത്തരം. അപ്പോൾ വളരെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ എന്താണ് മാർക്ക് ചെയ്തിട്ടുണ്ട്, സ്വയംഭു ആണ്. അങ്ങനെയെങ്കിൽ അല്ലെ, അപ്പൊ അടുത്ത ചോദ്യം നിങ്ങൾക്കറിയാം എന്താണ്, സർഹപ്പയെ ആദികവിയായി പ്രഖ്യാപിച്ചത് ആരാണ്, ചന്ദ്വർദായെ ആദികവിയായി പ്രഖ്യാപിച്ചത് ആരാണ്, പുഷ്യകവിയെ ആദ്യമായി പറഞ്ഞത് ആരാണ്. അപ്പൊ സർഹപ്പയെ പറഞ്ഞിരിക്കുന്നു ഗോപിക, പറഞ്ഞിരിക്കുന്നു രാഹുൽ സാൻകൃത്യായൻ എന്നാണ്. ഓക്കെ, നമുക്കത് ശരിയാണോ നോക്കാം. ഓക്കെ, വളരെ കറക്റ്റ് ആണ്. രാഹുൽ സാൻകൃത്യായനാണ് സർഹപ്പയെ ആദ്യ കവിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനി ചന്ദ് വർദായി, ചന്ദ് വർദായെ ആദ്യ കവി എന്താണ് പറഞ്ഞിരിക്കുന്നത് ആരാണ് ആദ്യ കവിയായിട്ട്. ഓക്കെ, ശുക്ല എന്ന് പറഞ്ഞിരിക്കുന്ന അഫ്സാനയാണ്. വിനീത രാഹുൽ സാൻകൃത്യായൻ എന്നുള്ളത് സർഹപ്പയുടെ കാര്യത്തിൽ പറഞ്ഞതാണ്. അപ്പോ എന്താണ്, രാംചന്ദ്ര ശുക്ലിനെ എന്താണ് നമ്മുടെ ചന്ദ് ബർദായി को पृथ्वीराज रासो के आधार पर ऐसा कहा कि चंद बरदाई हिंदी साहित्य का आदि कवि है। जो किसने कहा, आचार्य रामचंद्र शुक्ल ने कहा, क्योंकि इस रचना में क्या है, वीर रस रचनाएं हैं, वीर रस की प्रधानता है, वीर गाथाएं हैं, इसलिए रामचंद्र शुक्ल ने ചന്ദ് വർദായി को പ്രഥം കവി ഘോഷിത് കിയ. അല്ലെ, അപ്പോ ഇവിടെ രാംചന്ദ്ര ശുക്ലക്ക് അനുസാർ ചന്ദ് വർദായി ഹെ. അങ്ങനെയെങ്കിൽ പുഷ്യകവി ആരാണ്. ഓക്കെ, വിമൽ പറഞ്ഞിരിക്കുന്നത് ശിവസംഗ് സേങ്കർ എന്നുള്ളതാണ്. ശിവസംഗ് സേങ്കർ അല്ലെ, ശിവസംഗ് സേങ്കറിന്റെ ഇതിഹാസ ഗ്രന്ഥാണ് ശിവസിംഗ് സരോജ്. അപ്പൊ അതിലാണല്ലോ ഈ പറയുന്നത്. ഓക്കെ, അപ്പൊ മറ്റൊരു ഉത്തരം കൂടി വന്നിട്ടുണ്ട്, ഫൗസ് വേൾഡ് ഗണപതി ചന്ദ്രഗുപ്ത് അല്ലെ, ഗണപതി ചന്ദ്രഗുപ്തിന്റെ ഇതിഹാസ്, അത് ഓക്കെ ഡിലീറ്റ് ആക്കി കളഞ്ഞു. എനിവേ ഞാൻ കണ്ടു. അപ്പോ അത് എന്താണ്, ഹിന്ദി സാഹിത്യക വൈജ്ഞാനിക് ഇതിഹാസ് എന്ന ഗ്രന്ഥമാണ് ഗണപതി ചന്ദ്രഗുപ്ത് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ്, ശിവസിംഗ് സേങ്കർ ആണ് ശരിയായ ഉത്തരം. പുഷ്യകവി ആദ്യ കവിയായി പ്രഖ്യാപിച്ചത് ശിവസിംഗ് സേങ്കർ ആണ്. തന്റെ ഇതിഹാസ ഗ്രന്ഥമായ ശിവസിംഗ് സരോജിലൂടെയാണ് അത് പറഞ്ഞത്. ഓക്കെ, വളരെ കറക്റ്റ് ആണ്. ഇപ്പൊ 3 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നിങ്ങൾ ആ പോർഷൻ എല്ലാം വളരെ ഭംഗിയായിട്ട് പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും. കാരണം നിങ്ങൾ ചടപട എന്ന് ഉത്തരം പറയുന്നുണ്ട്. ഓക്കെ, നമുക്കിനി 4ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 4ാമത്തെ ചോദ്യത്തിലേക്ക് പോയി കളഞ്ഞേക്കാം. 4ാമത്തെ ചോദ്യമാണ്, നിമ്നലിഖിത് മേ സ്വയംഭൂ കി രചന. ഇനി താഴെ തന്നിരിക്കുന്നതില് എന്താണ് സ്വയംഭൂവിന്റെ രചന ഏതെന്നാണ്. ഓക്കെ, ഇവിടെ ഒരു വിമൽ ഒരു ആഡിങ് വന്നിട്ടുണ്ട്. ശാലിഭദ്ര സൂരിയാണ് ഹിന്ദിയിലെ ആദി കവി എന്ന് പറഞ്ഞത് ആരാണ്, ഗണപതി ചന്ദ്രഗുപ്ത് എന്നുള്ളതായിരുന്നു. ഓക്കെ, വളരെ കറക്റ്റ് ആണ്. ശാലിഭദ്ര സൂര്യയാണ് ആര്, ഗണപതി ചന്ദ്രഗുപ്ത് ആദി കവിയായിട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പൊ ഇത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുന്ന ഒരു ഇൻഫർമേഷൻ ആണ്. ഓക്കെ, അപ്പോ വെരി ഗുഡ്. അപ്പൊ നമുക്ക് സ്വയംഭൂ കി രചന അല്ലെ, താഴെ തന്നിരിക്കുന്നതിൽ സ്വയംഭൂ കി രചന ഏതെന്നാണ്. ഓക്കെ, ഞാൻ ഓപ്ഷൻസ് തരാം, നോക്കാം. ജസ്ഹർ ചരിയോ, ഓപ്ഷൻ എ. ഓപ്ഷൻ ബി പൗം ചരിയോ, ഓപ്ഷൻ സി സന്ദേശ് രാസക്, ഓപ്ഷൻ ഡി ഭവിസയത്ത് കഹ, ഭവിസയത്ത് കഹ. ഓക്കെ, ഇവിടെ ചടപടാന്ന് ഉത്തരങ്ങൾ വരുന്നുണ്ട്. പെഹ്ലാ ജോ കഹ ഫൗസ്വേൽ പൗമുചരിയോ എന്ന് പറഞ്ഞിരിക്കുന്നു ഗോപിക, ദേവ്, അമൃത, അഫ്സാന, രശ്മി, നിമിഷ, അങ്ങനെ എല്ലാവരും ഓപ്ഷൻ ബിയിൽ പറഞ്ഞിട്ടുണ്ട് പൗമുചരിയോ ആണ് എന്നുള്ളതാണ് സ്വയംഭൂ കി പെഹ്ലി രചന. വളരെ കറക്റ്റ് ആണ്. അപ്പോ സ്വയംഭൂ കി രചന, പെഹ്ലി രചനയല്ല, സ്വയംഭൂ കി, ഇതില് സ്വയംഭൂ കി രചന ഏതാണ്, പൗമുചരിയോ എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ജസ്ഹർ ചരിയോ ആരുടേതാണ്, ജസ്ഹർ
ചെരിയു, ജസ് അർ ചെരിയു ആരുടെ രചനയാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. ജസ് അർ ചെരിയു ആരുടെ രചനയാണ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ എഴുതുക. ഓക്കെ, ജസ് അർ ചെരിയു എന്നത് എന്താണ്? പുഷ്പദന്ത്. ഓക്കെ, ആരാണ് പറഞ്ഞത്? അഫ്സാനയാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ആരാണ്? പുഷ്പദന്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോ ജസ് അർ ചെരിയു പുഷ്യദന്ത് അല്ലെങ്കിൽ പുഷ്പദന്ത് എന്നൊക്കെ നമ്മൾ പറയുന്നു. അപ്പൊ പുഷ്യദന്താണ് എന്ത്? ജസ് അർ ചെരിയു എഴുതിയിട്ടുള്ളത് വളരെ കറക്റ്റ് ആണ്. ഇനി അടുത്തതാണ് ഓപ്ഷൻ സിയിൽ പറയുന്ന സന്ദേശ് രാസക്. സന്ദേശ് രാസക് ആരുടേതാണ്? സന്ദേശ് രാസക് എന്ന കൃതി ആരുടെ കൃതിയാണ് എന്ന് നിങ്ങൾ കമന്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇവിടെ മറ്റൊരു ഇൻഫർമേഷൻ, ഗോപികയാണ് ഭവസിയത്ത് കഹ ധൻപാൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഭവിസ്യത്ത് കഹ ധൻപാൽ എന്നുള്ളതും അതുപോലെ അഫ്സാന സന്ദേശ് രാസക് അബ്ദുറഹ്മാൻ എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും വളരെ മികച്ച രീതിയിൽ കമന്റ് ചെയ്യുന്നുണ്ട്. വളരെ കറക്റ്റ് ആണ്. എന്താണ്? സന്ദേശ് രാസക് എന്നുള്ളത് ആരുടേതാണ്? അബ്ദുൽ റഹ്മാന്റെ തന്നെയാണ്. അതുപോലെ ഭവസിയത്ത് കഹ എന്നത് ആരുടെയാണ്? ധൻപാലിന്റെ രചനയാണ്. ഓക്കെ, വളരെ കറക്റ്റ് ആണ്. ധൻപാലിന്റെ ഭവസിയത്ത് കഹ. ഓക്കെ, അപ്പൊ നമ്മള് ഈ കൃതികൾ ആരുടെയാണെന്ന് നോക്കി. ജസ്ഹർ ചെരിയു ആരുടേതാണ്? പുഷ്യദന്ത്. പൗമുചെരിയു സ്വയംഭൂ. സന്ദേശ് രാസക് അബ്ദുറഹ്മാൻ. ഭവിസയത്ത് കഹ ധൻപാൽ. അപ്പൊ ഈ 4 കൃതികളും ആരുടേതാണ് നമുക്ക് നോക്കി. ഇനി നമുക്ക് 5ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. पांचवा जो सवाल है, निम्नलिखित में जाति प्रथा एवं वर्ण व्यवस्था का विरोध करने वाला साहित्य कौन सा है? താഴെ തന്നിരിക്കുന്നതിൽ എന്താണ്? ജാതിപ്രഥയെയും വർണ്ണവ്യവസ്ഥയെയും എതിർക്കുന്ന സാഹിത്യം ഏത് എന്നതാണ്. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് കിട്ടിയാൽ മാത്രമാണ് ഇതിന് ഉത്തരം കണ്ടെത്താനായിട്ട് കഴിയുക. ഉത്തരം ഇതാണ്. പെഹ്ല ജോ ഹെ രാസോ, ഓപ്ഷൻ ബി നാഥ്, ഓപ്ഷൻ സി ജൈൻ, ഓപ്ഷൻ ഡി സിദ്ധ്. അല്ലെ, അപ്പോ രാസോ സാഹിത്യമുണ്ട്, നാഥ സാഹിത്യമുണ്ട്, ജൈൻ സാഹിത്യമുണ്ട്, അതുപോലെ സിദ്ധ സാഹിത്യമുണ്ട്. അപ്പൊ ഇതില് എന്താണ്? ജാതി പ്രഥ ഏവം വർണ്ണ വ്യവസ്ഥ വിരോധ് കർണേ വാല സാഹിത്യ ഏതെന്നാണ്. ഓക്കെ, ഇവിടെ ഫൗസ് ആണ് ആദ്യമായി കമന്റ് സിദ്ധ എന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്. സിദ്ധ സാഹിത്യ ആണോ എന്ന് നമുക്ക് നോക്കാം. 5ാമത്തത് ഡി അല്ലെ, സിദ്ധ സാഹിത്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ ഓരോ സാഹിത്യത്തിനും അതിൻ്റെതായ എന്തുണ്ട്? പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിലുള്ള ചോദ്യങ്ങളും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. അപ്പൊ ഇവിടെ സിദ്ധ സാഹിത്യം എന്നാണ് 1-2 പേര് പറഞ്ഞത്. കറക്റ്റ് ആണ്. കറക്റ്റായ ആൻസർ ആണ്. എന്താണ്? നിമ്നലിഖിത് में ജാതി പ്രഥ വർണ്ണ വ്യവസ്ഥ का विरोध करने वाला സാഹിത്യ ഏതാണ്? രാസോ സാഹിത്യാണ്. വളരെ കറക്റ്റ് ആണ്. അങ്ങനെയെങ്കിൽ നാഥ സാഹിത്യം അല്ലെ, നാഥ സാഹിത്യം അല്ല, രസമല്ല, സിദ്ധ സാഹിത്യമാണ്. ഇത് എതിർക്കുന്ന സാഹിത്യം സിദ്ധ സാഹിത്യമാണ്. അങ്ങനെയെങ്കിൽ രാസോ സാഹിത്യത്തിന്റെ വിശേഷത എന്താണ്? രാസസാഹിത്യത്തിൽ എന്താണുള്ളത്? വീരകവികള് അല്ലെ, വീർകവികൾ എന്താ ചെയ്തത്? രാജാശ്രിത കവികള് ഇങ്ങനെ വീരരസപ്രധാനമായ രചനകൾ എഴുതുന്ന തിരക്കിലായിരുന്നു. അപ്പോ വീരരസപ്രധാൻ കവിതായേം കിസ്നെ കഹാ ഹം ദേഖ്തേ ഹേ? രാസോ കാവ്യമേ ഹം ദേഖ്തേ ഹേ. അതുപോലെ നാഥ് അല്ലെ, അതുപോലെ എന്താണ്? നാഥ സാഹിത്യ അല്ലെ, നാഥ സാഹിത്യത്തിന്റെ പ്രത്യേകത എന്താണ്? അതില് എന്താണ്? ഗുരു ഏവം ജ്ഞാൻ പർ ആധാരിത് രചനായേ അല്ലെ, രാജാ പ്രശംസ ആദർശ് പറഞ്ഞു. അതേതില? രാസോ സാഹിത്യത്തിലാണ്. നാഥ സാഹിത്യത്തിൽ എന്താണ്? ഗുരു ഏവം ജ്ഞാൻ പർ ആധാരിത് और നാരി നിന്ദ, പിന്നെ ഹഠയോഗ്. അപ്പൊ ഇത്രയും വിശേഷതകളാണ് എന്ത്? നാഥ സാഹിത്യത്തിൽ കാണാനായിട്ട് കഴിയുക. ഗുരു ഏവം ജ്ഞാൻ पर आधारित रचनाएं हम वहां देख सकते हैं और उसके साथ हम नारी निंदा की रचनाएं हम देख सकते हैं. പിന്നെ ഹഠയോഗ് വർണ്ണൻ ആണ് എന്തിലുള്ളത്? ഈ നാഥ സാഹിത്യത്തിൽ ഉള്ളത്. അതെ, ഹഠയോഗ്. അമൃത പറഞ്ഞു ഹഠയോഗ്. ഓക്കെ, അപ്പൊ നാഥ ഇതിൽ കാണാനായിട്ട് കഴിയുക. പിന്നെയുള്ളത് നമുക്ക് എന്താണ്? ജൈൻ ആണ് അല്ലെ. ജൈൻ സാഹിത്യത്തിൽ എന്താണ് കാണാനായിട്ട് കഴിയുക? ജൈൻ സാഹിത്യത്തില് നമ്മള് ജൈൻ സാഹിത്യത്തെ രാസ സാഹിത്യം എന്നും പറയുന്നുണ്ട്. രാസ സാഹിത്യ, രാസോ അല്ല, രാസ സാഹിത്യ. അതുപോലെ എന്താണ്?
ധർമ്മ തത്വ നിരൂപണം നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പൊ ധർമ്മ തത്വ നിരൂപൺ ബി ഹം എന്താണ് ജൈൻ സാഹിത്യമേ ദേഖ് സക്തേ ഹെ. അപ്പൊ ഇതില് ഞാൻ പറഞ്ഞു രാസോ സാഹിത്യത്തില് വീർ കവി അല്ലെങ്കിൽ രാജാശ്രിത് കവിയോ കാ എന്താണ് വർണ്ണൻ ഹോത്താ ഹെ ഓർ നാഥ് സാഹിത്യമേ ഗുരു एवं ज्ञान पर आधारित रचनाएं हम देख सकते हैं. പിന്നെ നാരി നിന്ദ, പിന്നെ ഹഠयोग. और जैन साहित्य में हम रास साहित्य और ധർമ്മ തത്വ നിരൂപണം ഹം ദേഖ് സക്തേ ഹെ. സിദ്ധ സാഹിത്യത്തിലാണ് എന്ത് ജാതി പ്രഥ ഏവം വർണ്ണ വ്യവസ്ഥ ക വിരോധ് കർണേ വാല സാഹിത്യ എന്ന രീതിയിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും ഓക്കെ അല്ലേ എന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് പതിയെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ അല്ലേ, എല്ലാവരും ക്ലിയർ അല്ലേ? ഓക്കെ ആണെങ്കിൽ വി ക്യാൻ മൂവ് ഓൺ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആരെങ്കിലും ഒരാൾ എന്താണ് ഓക്കെ ആണെന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മൂവ് ഓൺ ചെയ്യാം. ഓക്കെ അല്ലേ, എല്ലാവരും ഉണ്ടല്ലോ അല്ലേ ഇവിടെ? ഓക്കെ ആണോ? ഓക്കെ ഓക്കെ ഓക്കെ, എല്ലാവരും ഓക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്കപ്പോ അടുത്ത എന്താണ് ചോദ്യത്തിലേക്ക് പോകാം. ആറാമത്തെ ചോദ്യമാണ് ബീസൽ ദേവ് രാസോ കിസ്കി രചന ഹെ അല്ലെ. അപ്പൊ ഇത് രാസോ സാഹിത്യത്തിൽ വരുന്നതാണ്. ബീസൽ ദേവ് രാസോ കിസ്കി രചന ഹെ. ഞാനിവിടെ ഓപ്ഷൻസ് തരുന്നതിന് മുമ്പേ കമന്റുകൾ ഇപ്പോൾ വന്നു നിറയും, ഐ നോ ദാറ്റ്. എന്നാലും ഞാൻ ഓപ്ഷൻ തരുവാണ് പെട്ടെന്ന്. എന്താണ് ഓപ്ഷൻ എ ദൽപതി വിജയ്, ഓപ്ഷൻ ബി നർപതി നാൾ, ഓപ്ഷൻ സി ജഗനിക്, ഓപ്ഷൻ ഡി നൽ സിംഗ്. എന്താണ് കമന്റ് വന്നിട്ടുള്ളത്? ഓക്കെ, ഫസ്റ്റ് വൺ ആദർശാണ് ആദ്യം കമന്റ് ചെയ്തിട്ടുള്ളത്, നർപതി നാൾ. ഓക്കെ, നർപതി നാൾ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, എന്തെങ്കിലും വ്യത്യാസമുള്ള കമന്റുകൾ ഉണ്ടോ? നോ വൺ. അപ്പൊ എല്ലാവരും ഒറ്റ വാക്കിൽ പറഞ്ഞിരിക്കുന്നു നർപതി നാൾ. അപ്പൊ ബീസൽ ദേവ് രാസോ കിസ്കി രചന ഹേ നർപതി നാൾ ആണ് വളരെ ശരിയായ ഉത്തരമാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയെങ്കിൽ നോക്കാം നമുക്ക് ദൽപതി വിജയ് എഴുതിയ രാസോ സാഹിത്യം എന്താണ് എന്നുള്ളതാണ്. എന്താണ്? ഖുമ്മാൻ രാസോ. ആദർശ് പറഞ്ഞിരിക്കുന്നു ഖുമ്മാൻ രാസോ എന്നാണ്. കറക്റ്റ് ആണ്, ഖുമ്മാൻ രാസോ ആണ്. ആരെഴുതിയത്? ദൽപതി വിജയ് എഴുതിയത്. പരമാൽ രാസോ ആരെഴുതിയതാണ്? പരമാൽ രാസോ എന്ന് നമ്മുടെ ആരോ കമന്റ് ചെയ്തിട്ടുണ്ട്, വിമലാണ്. അപ്പോ ഇനിയുള്ളത് ജഗനിക് ആണ്. ജഗനിക് അത് എന്ത് പരമാൽ രാസോ. യെസ്, ശരിയാണ്. അത് ആൽഹ ഖണ്ഡ് എന്ന പേരിലും വിളിക്കുന്നുണ്ട് അല്ലെ. ആൽഹ ഖണ്ഡ് അല്ലെങ്കിൽ പരമാൾ രാസോ. അപ്പൊ അത് എഴുതിയത് ആരാണ്? ജഗനിക് ആണ്. അപ്പൊ ജഗനിക് ആണ് എന്ത് ഈ പറയുന്ന പരമാൾ രാസോ എഴുതിയത്, അല്ലെങ്കിൽ ആൽഹ ഖണ്ഡ് എന്ന് വിളിക്കുന്ന രീതിയിൽ എഴുതിയത്. ഇനി നൽ സിംഗ് ക്യാ ലിഖാത്ത? നൽ സിംഗിനെ ക്യാ ലിഖാത്ത? ആരെങ്കിലും ഉത്തരം പറയുന്നുണ്ടോ? ഓക്കെ, വിജയപാൽ രാസോ, രശ്മി രജേഷ് എന്താണ് പറഞ്ഞിരിക്കുന്നു? വിജയപാൽ രാസോ ആണ് നൽ സിംഗ് എഴുതിയത്. ഓക്കെ, കറക്റ്റ് ആണ്. ഓക്കെ, എല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ട്. അപ്പോ ദൽപതി വിജയിനെ എന്താണ് ഖുമ്മാൻ രാസോ, നർപതി നാൽഹിനെ ബീസൽ ദേവ് രാസോ, ജഗനിക് ने परमाल रासो, नल सिंह ने എന്താണ് വിജയപാൽ രാസോ, ഓർ ഹമാരെ ചന്ദ് ബർദായിനെ പൃഥ്വിരാജ് രാസോ. അപ്പൊ ഇത്രയൊക്കെയുമാണ് പ്രധാനപ്പെട്ട രാസോ സാഹിത്യത്തില് വരുന്നത്. ഓക്കെ, നമുക്കിനി ഏഴാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. സാത്വാ സവാൽ ഹെ കീർത്തിലത കി ഭാഷ അല്ലെ. കീർത്തിലത നമുക്കറിയാം ആരുടേതാണെന്ന് അറിയാം. അപ്പോ കീർത്തിലത കി ഭാഷ, ഏത് ഭാഷയിൽ എഴുതപ്പെട്ട രചനയാണ് കീർത്തിലത? നോക്കാം. സംസ്കൃത്, മൈഥിലി, അതുപോലെ അവഹട്ട്, അപഭ്രംശ്. എന്തിലാണ്? അവഹട്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, കീർത്തിലത ആരുടെ കൃതിയാണ് എന്ന് പറയാമോ? കീർത്തിലത കിസ്കി ഹേ? അപ്പൊ അവഹട്ട് എന്ന് പറയുന്നുണ്ട് അല്ലെ. കീർത്തിലത ആരുടെ രചനയായിരുന്നു? കീർത്തിലത അവഹട്ട്. ഓക്കെ, ഭാഷ അവഹട്ട് എന്നാണ് പറയുന്നത് എല്ലാവരും. ഓപ്ഷൻ സി. ഓക്കെ, വിമൽ വിദ്യാപതി. യെസ്, വിദ്യാപതിയുടേതാണ് അല്ലെ. അപ്പൊ വിദ്യാപതിക്ക് കീർത്തിലക
കീർത്തിലതയാണ്. അപ്പോ ഈ കീർത്തിലത ഏത് ഭാഷയിൽ എഴുതപ്പെട്ടു? മൈഥിലിയിലൊക്കെ അദ്ദേഹം എഴുതുന്നുണ്ടെന്ന് നമുക്കറിയാം അല്ലെ? മൈഥിലി കോകിൽ എന്നൊക്കെ വിളിക്കുന്നത് കൊണ്ടാണല്ലോ. അപ്പോ പക്ഷേ ഈ കീർത്തിലത എന്ന രചന എഴുതിയിരിക്കുന്നത് എന്തിലാണ്? അവഹട്ട് ഭാഷയിലാണ്. വളരെ ശരിയായ ഉത്തരമാണ് നിങ്ങൾ തന്നത്. അപ്പോ അവഹട്ട് ഭാഷ മേ കീർത്തിലത ലിഖി ഗയി ഹെ. അവഹട്ട് ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ നമുക്കിനി നോക്കാം ഓരോ ഭാഷയിലും എഴുതപ്പെട്ട പ്രധാനപ്പെട്ട കൃതികൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ഓക്കെ, കീർത്തിലത, അതുപോലെ പദാവലി. എന്താണ്? വിദ്യാപതി പദാവലിയാണ് മൈഥിലി ഭാഷയിലുള്ളത്. ഓക്കെ, വെരി ഗുഡ്. അത് വിമലാണ് പറഞ്ഞത്, ഇൻഫർമേഷൻ പാസ് ചെയ്തത്. ഇനി സംസ്കൃത് മേ ശൈവ സർവസ്വ സാർ. ഇപ്പൊ സംസ്കൃത ഭാഷയില് എഴുതിയ ഒരു രചനയാണ് എന്ത്? ശൈവ സർവസ്വ സാർ എന്ന കൃതിയാണ്. പിന്നെ മൈഥിലി ഭാഷയില് എഴുതപ്പെട്ട ഒരു കൃതിയാണ് പദാവലി. അതെ, അത് നമ്മുടെ ആരുടേതാണ്? നമ്മുടെ വിദ്യാപതിയുടെ തന്നെയാണ് പദാവലി എന്നുള്ളത്. അതുപോലെ ഭൂപരിക്രമ. ഓക്കെ, ഭൂപരിക്രമ എന്ന കൃതിയുണ്ട്. ഓക്കെ, കറക്റ്റ് ആണ്. സംസ്കൃത ഭാഷയിലാണ്. പുരുഷ ദുർഗ തരംഗിണി സംസ്കൃതത്തിലാണ്. ഓക്കെ, അതാരുടെ? രാധിക ശ്രീജിത്താണ്. ഓക്കെ, അത് നമുക്ക് വേണ്ടിയിട്ട് ആ ഇൻഫർമേഷൻ പാസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു രാധിക. ആൻഡ് ദിനേശ് നമ്പ്യാർ, ഓൾസോ ദിനേശ് നമ്പ്യാർ, താങ്ക് യു. ഇനി എന്താണ് അപഭ്രംശി ഭാഷയിലെ ഒരു കൃതി ഏതെങ്കിലും അറിയാമെങ്കിൽ ഏതാണ്? അപഭ്രംശി ഭാഷയിൽ അങ്ങനെ ഇതിൽ വരുന്നില്ല. ഐ മീൻ ഇതിൽ അധികം വരുന്നില്ല അപഭ്രംശി ഭാഷയില്. ഒക്കെ സംസ്കൃത ഭാഷയില് ശൈവ സർവസ്വ സാറ്, അതുപോലെ ഇപ്പൊ പറഞ്ഞ പുരുഷ പരീക്ഷ, ദുർഗാ പ്രകാശ്, തരംഗിണി എന്തൊക്കെ പറയാം. അതുപോലെ എന്താണ് നമുക്കിനി എന്താണ് മൈഥിലി ഭാഷയിലാണ് എന്ത്? പദാവലി എന്ന ഇത് വരുന്നത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 8ാമത്തെ ചോദ്യമാണ് എന്ത്? ഭക്തി ആന്തോളൻ ഭാരതീ ചിന്തൻ ധാരാ കാ സ്വാഭാവിക് വികാസ് ഹെ, ऐसा किसने कहा? അല്ലെ, അപ്പൊ ഭക്തി ആന്തോളൻ ഭാരതീ ചിന്തൻ ധാരാ കാ സ്വാഭാവിക് വികാസ് ഹെ എന്ന് അഭിപ്രായപ്പെട്ടത് ആര് എന്നതാണ് ചോദ്യം. ഓക്കെ, HPD എന്ന് ഹസാരി പ്രസാദ് ദ്വിവേദി എന്ന ആദർശ്, അഫ്സാന, അക്ഷര ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നോക്കാം. ഇവിടെ ഓപ്ഷൻസിലുണ്ട് എന്താണ്? ഹസാരി പ്രസാദ് ദ്വിവേദി ഉണ്ട്, ആചാര്യ രാംചന്ദ്ര ശുക്ല ഉണ്ട്, ഗ്രിയേഴ്സൺ ഉണ്ട്, രാംവിലാസ് ശർമ്മയുണ്ട്. അപ്പോ ഇതിന്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞത് ആദർശാണ്. HPD, ഐ മീൻ ഹസാരി പ്രസാദ് ദ്വിവേദി എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വളരെ കറക്റ്റ് ആണ്. ഹസാരി പ്രസാദ് ദ്വിവേദിയാണ് എന്ത്? ശരിയായ ഉത്തരം വരുന്നത്. അപ്പോ ഹസാരി പ്രസാദ് ദ്വിവേദിനെ ऐसा कहा എന്ത്? ഭക്തി ആന്തോളൻ ഭാരതീയ ചിന്തൻ ധാരാ കാ സ്വാഭാവിക് വികാസ് ഹെ. ഇനി നമുക്ക് നോക്കാം ആചാര്യ രാംചന്ദ്ര ശുക്ല എന്താണ് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്. രാംചന്ദ്ര ശുക്ല പറഞ്ഞിട്ടുള്ളത് ഇസ്ലാമി ആക്രമൺ की प्रतिक्रिया, അല്ലെ, ഇസ്ലാമി ആക്രമൺ की प्रतिक्रिया के रूप में उन्होंने ഭക്തി ആന്തോളൻ को देखा. അപ്പോ ഇസ്ലാമിക് ആക്രമൺ എന്ന് പറഞ്ഞാൽ മുഗൾ ഭരണകൂടത്തിന്റെ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ എന്താണ് ഒരു റിയാക്ഷൻ എന്ന രീതിയിൽ ആണ്, പ്രതിക്രിയ എന്ന രീതിയിലാണ് ഇതിനെ കാണുന്നത്, ഭക്തി ആന്തോളനെ. അതുപോലെ ഗ്രിയേഴ്സനെ ക്യാ കഹ ഇസായത്ത് കി ദേൻ. അപ്പൊ ഗ്രിയേഴ്സൺ ആക്ച്വലി ക്രിസ്ത്യൻ ഇതിൽ വരുന്ന ആളായതുകൊണ്ട് അത് ക്രിസ്ത്യാനിറ്റിയുടെ ഒരു എന്താണ് ദേൻ എന്ന അർത്ഥത്തിലാണ് പറഞ്ഞത്. ഓക്കെ, പരാജിത ഹതാശ. യെസ്, പരാജിത ഹതാശ കെ കാരൺ. അതുപോലെ എന്താണ് ഇസ്ലാമിയത് കദേൻ എന്നാണ് അമൃത. കറക്റ്റ് ആണ്. ആര്? ഗ്രിയേഴ്സൺ പറഞ്ഞത്. ഓക്കെ, പിന്നെ വരുന്നതാണ് രാംവിലാസ് ശർമ്മ. അപ്പൊ രാംവിലാസ് ശർമ്മ എന്ത് പറഞ്ഞു ഭക്തി ആന്തോളനെ കുറിച്ച്? രാംവിലാസ് ശർമ്മനെ കഹാ എന്താണ്? ഭക്തി ആന്തോളൻ എക് ജാതി ഔർ ജൻവാദി ആന്തോളൻ ഹെ. അപ്പൊ അതിനൊരു ജൻവാദി അല്ലെങ്കിൽ എന്താണ് രാംവിലാസ് ശർമ്മ പറഞ്ഞത് എന്താണ്? അതൊരു ജൻവാദി അല്ലെങ്കിൽ ജാതി ആന്തോളൻ എന്ന രീതിയിൽ എടുത്തു എന്നുള്ളതാണ്. അപ്പൊ അത് എന്താണ്? കറക്റ്റ് ആണ്. അപ്പോ ഒരു ജൻവാദി ആന്തോളൻ കെ രൂപ് മേ എന്താണ് രാംവിലാസ് ശർമ്മ പറഞ്ഞു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ രാംവിലാസ് ശർമ്മ നമുക്കറിയാം മാർക്സ്വാദി ആലോചകാണ്. അപ്പൊ മാർക്സ്വാദി ആലോചക് ആയതുകൊണ്ട് തന്നെ അദ്ദേഹം അതിനെ എന്താണ് ഒരു ജൻവാദി അല്ലെങ്കിൽ ജാതീയ ആന്തോളൻ എന്ന രീതിയിൽ എടുത്തു എന്നുള്ളതാണ്. കാരണം
എന്താണ് മാർക്സ്വാദി ആലോചക് ആണ് ആര്? രാംവിലാസ് ശർമ്മ. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ ഭക്തി ആന്തോളനെ പറ്റി അഭിപ്രായപ്പെട്ട പല കൊട്ടേഷൻസ് ആണ് നമ്മൾ നോക്കിയത്. ഇനി നമുക്ക് എന്താണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എല്ലാവരും ഓക്കെ അല്ലേ? നമുക്ക് ഓക്കെ ആണ്. ഓക്കെ, അപ്പോൾ 9ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 9ാമത്തെ ചോദ്യമാണ് कबीरदास को संत काव्यधारा के प्रथम कवि के रूप में न मानने वाला ഇതിഹാസക്കാർ. അപ്പൊ ചോദ്യം ശ്രദ്ധിക്കണം. കബീർദാസിനെ സന്ത് കാവ്യധാരയിലെ ആദ്യ കവി എന്ന് അഭിപ്രായപ്പെടാത്ത ഇതിഹാസക്കാർ ആര് എന്നുള്ളതാണ്. അപ്പൊ കബീർദാസിനെ എല്ലാവരും പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന ഇതാണല്ലോ. പക്ഷേ അദ്ദേഹത്തെ ആദ്യ കവി എന്ന രീതിയിൽ ഭക്തി ഇതില് സന്ത് കാവ്യ പരമ്പരയിൽ ആദ്യ കവി എന്ന രീതിയിൽ പറഞ്ഞത് നാ മാന്യവല ആരെന്നുള്ളതാണ് ചോദ്യം. ആദർശയുടെ ശുക്ല, അതായത് രാമചന്ദ്ര ശുക്ല ആയിരിക്കും സ്വാഭാവികമായിട്ട് ഉത്തരം. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ശരിയാണോ നമുക്ക് നോക്കാം. അപ്പൊ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഓക്കെ, എന്തായാലും ഓപ്ഷൻ എ ആയിട്ട് ആചാര്യ രാമചന്ദ്ര ശുക്ല ഉണ്ട്, അതുപോലെ ആചാര്യ ഹസാരി പ്രസാദ് ദ്വിവേദി ഉണ്ട്, പിന്നെ ഗണപതി ചന്ദ്രഗുപ്ത് ഉണ്ട്, പിന്നെ രാം സ്വരൂപ് ചതുർവേദി ഉണ്ട്. അപ്പൊ ഇതില് ശരിയായ ഉത്തരം ഏത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ 3 പേര് ഇപ്പൊ ശുക്ല എന്ന് തന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അത് 4 ആയി 5 ആയി ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇതില് ശരിയായ ഉത്തരം ശുക്ല തന്നെയാണോ എന്ന് നമുക്ക് നോക്കാം. അല്ലെ? അപ്പൊ ശുക്ല തന്നെയാണ് നോക്കാം. അപ്പൊ കബീർദാസ് കോ സന്ത് കാവ്യധാര കെ പ്രഥം കവി കെ രൂപ മേ നാ മാന്യ വാല ഇതിഹാസക്കാർ ആര് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, എന്തായാലും ശരിയായ ഉത്തരം വരുന്നത് ഗണപതി ചന്ദ്രഗുപ്ത ആണ് അല്ലെ? അപ്പോ നിങ്ങൾ പറഞ്ഞത് ഉത്തരങ്ങളൊന്നുമല്ല. ആരാണ്? ഗണപതി ചന്ദ്രഗുപ്ത ആണ് പറഞ്ഞത്. എന്ത്? കബീർദാസ് സന്ത് കാവ്യധാര കെ പ്രഥം കവി നഹി ഹെ. അപ്പോ കബീർദാസ് അല്ലെങ്കിൽ മറ്റൊരു പേര് ഗണപതി ചന്ദ്രഗുപ്ത നമുക്ക് മുന്നിൽ വെക്കണമല്ലോ. അപ്പോ സന്ത് കാവ്യധാര പരമ്പരയില് ആദ്യ കവി എന്ന നിലയില് ഗണപതി ചന്ദ്രഗുപ്തിന്റെ അഭിപ്രായത്തിൽ ആര് എന്നുള്ളതാണ്. നിങ്ങൾക്ക് പേര് എന്തെങ്കിലും ഗസ് ചെയ്യാമെങ്കിൽ അല്ലെങ്കിൽ ഉത്തരം അറിയാമെങ്കിൽ പറയാവുന്നതാണ്. ഓക്കെ, വിമല് നാംദേവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ്, വളരെ കറക്റ്റ് ആണ്. നാംദേവിനെയാണ് ഗണപതി ചന്ദ്രഗുപ്ത് തന്റെ ഹിന്ദി സാഹിത്യക വൈജ്ഞാനിക് ഇതിഹാസ് എന്ന പുസ്തകത്തിലൂടെ എന്താണ് നമുക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയത്. എന്ത്? സന്ധ്യകാവ്യധാരാക്ക പ്രഥം കവി എന്ന രീതിയിൽ പരിചയപ്പെടുത്തിയത്. അപ്പോ ഇവിടെ ശുക്ല ഒക്കെ മാന്യവാലെ ആളുകളിൽപ്പെട്ട ആളാണ്. ഓക്കെ, രാംകുമാർ വർമ്മ എന്നുകൂടി ആഡ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ആണ്. അപ്പോ ഗണപതി ചന്ദ്രഗുപ്തിന്റെ കൂടെ തന്നെ നാംദേവിന് നമ്മുടെ രാംകുമാർ വർമ്മയും തന്റെ ഇതിഹാസ ഗ്രന്ഥത്തിലൂടെ എന്താണ് ഇത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് വിമലാണ് നമുക്ക് വേണ്ടി അത് ആഡ് ചെയ്തത്. ഓക്കെ, നമുക്കെങ്കിൽ 10ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 10ാമത്തെ ചോദ്യമാണ് ബീജക്. ബീജക് കാ സമ്പാദൻ കിസ്നെ കിയ എന്നുള്ളതാണ്. ബീജക് നമുക്കറിയാം കബീർദാസിന്റെ ദോഹകളുടെ ഒരു കളക്ഷൻ ആണ്. പക്ഷെ അത് എഡിറ്റ് ചെയ്തത് ആരല്ല? കബീർദാസ് അല്ല. ബീജക് കിസ്കി രചന ഹെ എന്ന് ചോദിച്ചാൽ നമുക്ക് സ്വാഭാവികമായിട്ടും കബീർദാസ് എന്ന് പറയേണ്ടി വരും. പക്ഷെ എഡിറ്റ് ചെയ്തിറക്കിയത് മറ്റൊരാളാണ്. ഇവിടെ ഉത്തരങ്ങൾ വരുന്നുണ്ട്, അത് ശരിയാണോ നമുക്ക് പിന്നീട് നോക്കാം. ഇവിടെ ആദ്യം നമുക്ക് ഓപ്ഷൻസ് നോക്കാം. കബീർദാസ് ഓപ്ഷനിലുണ്ട്, നന്ദദാസ്, റൈദാസ്, ധർമ്മദാസ് എന്നുള്ളതാണ്. അപ്പോ ഇതിലിപ്പോ ആദ്യം ഫൗസ് എന്താണ് ധർമ്മദാസ് എന്ന് കമന്റ് ചെയ്തു. ഓക്കെ, ധർമ്മദാസ് എന്ന പേരല്ലാതെ മറ്റൊരു പേരും ഇല്ല. ഓക്കെ, അപ്പൊ ധർമ്മദാസ് എന്ന് തന്നെയാണ് എല്ലാവരും കമന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ സമ്പാദൻ കിസ്നക്കിയ എന്നതായിരുന്നു. അത് കറക്റ്റ് ആണ്, ധർമ്മദാസ് ആണ് എന്ത് അത് എഡിറ്റ് ചെയ്തത്. അപ്പോ അത് 1464 ഇത് ഈ ബീജക് പുറത്തിറങ്ങുന്നത്. അതുപോലെ ഇത് എന്താണ് നമുക്കറിയാം, സാഖി സബദ് റമൈനി ഇങ്ങനെ 3 ഭാഗങ്ങളിലായിട്ടാണ് എന്തത് തിരിച്ചിട്ടുള്ളതും എന്നും നമുക്ക് അറിയാവുന്നതാണ് അല്ലെ? അപ്പൊ ബീജക്ക സമ്പാദൻ ആരാണ്? നമ്മുടെ ധർമ്മദാസ് ആണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 11ാമത്തെ ചോദ്യമാണ്, നോക്കാം. ആധുനിക് കാൽ കോ നവജാഗരൺ കാൽ നാം കിസ്നെ ദിയ. ആധുനിക് കാലിനെ നവജാഗരൺ കാൽ എന്ന് വിളിച്ചത് ആര് എന്നുള്ളതാണ് ചോദ്യം. അപ്പോ നിങ്ങൾക്ക് ഉത്തരങ്ങൾ അറിയാം എന്ന് എനിക്കറിയാം. എനിവേ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻസ് നോക്കാം. ഇവിടെ ആചാര്യ രാമചന്ദ്ര ശുക്ല ഉണ്ട്,
ഗണപതി ചന്ദ്രഗുപ്ത ഉണ്ട്, രാംവിലാസ് ശർമ്മയുണ്ട്, രാഹുൽ സൻകൃത്യായൻ ഉണ്ട്. അപ്പൊ ഇതിലെ ആരാണ് ആധുനിക് കാലിനെ നവജാഗരൺ കാൽ എന്ന് വിളിച്ചത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ആദ്യം അക്ഷര രാംവിലാസ് ശർമ്മ പറഞ്ഞിട്ടുണ്ട്, ഫൗസ് രാംവിലാസ് ശർമ്മ, ആദർശ് നഗേന്ദ്ര എന്ന് പറഞ്ഞിരിക്കുന്നു, രശ്മി നഗേന്ദ്ര എന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ ഓപ്ഷനിൽ നഗേന്ദ്ര ഇല്ല. ഓക്കെ, ബച്ചൻ സിംഗ് എന്നും പറയുന്നുണ്ട്, പക്ഷെ ഓപ്ഷൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക, എന്താ ശുക്ലുണ്ട്, ഗണപതി ചന്ദ്രഗുപ്ത ഉണ്ട്, രാംവിലാസ് ശർമ്മയുണ്ട്, രാഹുൽ സൻകൃത്യായൻ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ചോദ്യങ്ങൾ വരുമ്പോ നിങ്ങൾക്ക് പല ഉത്തരങ്ങളും മനസ്സിൽ കടന്നു വരും. പക്ഷേ നിങ്ങൾ ഓപ്ഷൻസ് നോക്കുക. അപ്പൊ ഓപ്ഷനിൽ ഏറ്റവും ആപ്റ്റായ ഒരു ഉത്തരം എന്തെഴുതാൻ ശ്രദ്ധിക്കുക, എടുത്ത് മാർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. OMR ആണല്ലോ, അപ്പം അത് മാർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഓപ്ഷൻ സി രാംവിലാസ് ശർമ്മയാണ് അല്ലെ. കാരണം നവജാഗരൺ എന്നത് നവോത്ഥാനം എന്ന അർത്ഥം വരുന്ന പദമാണ്. അപ്പോൾ രാംവിലാസ് ശർമ്മ എപ്പോഴും എന്താണ് ഒരു പ്രോഗ്രസീവ് തോട്ട് വെക്കുന്ന ഒരു ആലോചക ആയതുകൊണ്ട് തന്നെ ഇത്തരം പേരുകൾ എപ്പോഴും മാർക്സിയൻ ചിന്തകന്മാരിലേക്കായിരിക്കും കണക്ട് ചെയ്യുക. അപ്പൊ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യാം, ഉത്തരത്തിലേക്ക് എത്തുക. അങ്ങനെയെങ്കിൽ ശുക്ല പറഞ്ഞതും ഗണപതി ചന്ദ്രഗുപ്ത് പറഞ്ഞതും രാഹുൽ സൻകൃത്യായൻ പറഞ്ഞ പേരും എന്തെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഏത് ആധുനിക് കാലിനെയാണ്. അപ്പൊ ആദ്യകാല് കഴിഞ്ഞു, ഭക്തികാല് കഴിഞ്ഞു, രീതികാല് കഴിഞ്ഞു, ഇങ്ങോട്ട് താഴേക്ക് വരുമ്പോ എത്തുന്നത് എന്താണ്, ആധുനിക് കാലാണ്. ആധുനിക് കാൽ എന്ന് പറയുമ്പോൾ അബ്തക്. അപ്പൊ ആധുനിക് കാലിന് ഗദ്യകാലെന്ന് ഒക്കെ രാമചന്ദ്ര ശുക്ല ആണ് വിളിച്ചിട്ടുള്ളത് അല്ലെ, ഗദ്യകാൽ എന്ന രീതിയിൽ. അതുപോലെ പുനർജാഗരൺ കാൽ എന്നുണ്ട് അല്ലെ, അതാരാണ്, അതാണ് നഗേന്ദ്ര പറഞ്ഞിട്ടുണ്ട്, പുനർജാഗരൺ കാൽ എന്ന് വിളിച്ചിട്ടുണ്ട്. ഓക്കെ, നവജാഗരൺ യുഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതാരാ പറഞ്ഞിട്ടുള്ളത്, അതെ ഗദ്യകാൽ എന്ന് രാമചന്ദ്ര ശുക്ലാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഇപ്പോ ആരാണ് കമന്റ് ചെയ്തത്, മിനി പറഞ്ഞു നവജാഗരൺ യുഗ്. ഓക്കെ, അപ്പൊ ഓൾമോസ്റ്റ് എല്ലാവർക്കും എന്താണ് ഗദ്യകാൽ എന്ന് രാമചന്ദ്ര ശുക്ല പറഞ്ഞതായിട്ട് ഓർമ്മയുണ്ട്. അത് കമന്റ് ചെയ്യുന്നുണ്ട്. അപ്പോ അടുത്ത എന്താണ് നോക്കാം, നമുക്ക് ഗണപതി ചന്ദ്രഗുപ്തിന്റെ ഇതുണ്ടോ നോക്കാം. അപ്പൊ രാഹുൽ സൻകൃത്യായൻ, ഓക്കെ മിനിയാണ് നവജാഗരൺ യുഗ്, യെസ് ഓക്കെ കറക്റ്റ് ആണ്. രാഹുൽ സൻകൃത്യായനാണ് നവജാഗരൺ യുഗ് എന്ന ഒരു പേര് എന്തിന് നൽകിയത്, ആധുനിക് കാലിന് നൽകിയത്. ഓക്കെ, നമുക്കെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 12ാമത്തെ ചോദ്യമാണ് നിമ്നലിഖിത് പ്രവൃത്തിയോ മേ ഭാരതേന്ദു യുഗ് की കാവ്യ പ്രവൃത്തി നഹി ഹെ. താഴെ തന്നിട്ടുള്ളവയില് ഭാരതേന്ദു യുഗിന്റെ കാവ്യ പ്രവൃത്തി അല്ലാത്ത ഒരു പ്രവൃത്തി, അതെന്തൊരു പ്രവൃത്തിയാണ് അല്ലെ. അപ്പോ അത് ഏതെന്നാണ്, കാവ്യ പ്രവൃത്തി അല്ലാത്ത പ്രവൃത്തി എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് കാവ്യത്തിന്റെ വിശേഷത എന്ന രീതിയിൽ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നോക്കാം, ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. എന്താണ് ഓപ്ഷൻ എ എന്ന് പറയുന്നത്, രാഷ്ട്രീയത കി ഭാവന. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ബ്രജ് ഭാഷ കാ പ്രയോഗ്. ഓപ്ഷൻ സി സമസ്യാപൂർത്തി. ഓപ്ഷൻ ഡി രഹസ്യ ഭാവന. അപ്പോൾ ഭാരതേന്ദു യുഗിന്റെ കാവ്യങ്ങളെ കുറിച്ച് ഓർക്കുക, എന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എത്രത്തോളം സ്യൂട്ട് ആവുണ്ടെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ ഉത്തരങ്ങൾ വന്നു. വിമൽ ഡി എന്താണ് രഹസ്യ ഭാവന എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അത് കറക്റ്റ് ആണോ നമുക്ക് നോക്കാം. എന്താണ് ഓപ്ഷൻ ഡി ആണ് പറയുന്നത്. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാവരും എന്താണ് എന്ത് പറയുന്നുണ്ട്, രഹസ്യ ഭാവന എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ രഹസ്യ ഭാവന എന്ന് പറയുമ്പോൾ എന്താണ്, അത് ഈ പറയുന്ന രാഷ്ട്രീയതാക്കി ഭാവന ആണെങ്കിലും ബ്രജ് ഭാഷ പ്രയോഗ ആണെങ്കിൽ തന്നെയും സമസ്യാപൂർത്തി ആണെങ്കിൽ തന്നെയും ഇതൊക്കെ എന്തിൽ വരുന്നതാണ്, ഭാരതേന്ദു യുഗ് കാവ്യ പ്രവൃത്തിയിൽ വരുന്നതാണ്. അതേസമയം രഹസ്യഭാവന എന്നത് എന്തിൽ വരുന്നതാണ്, ഛായാവാദ് കാവ്യക്ക് പ്രവൃത്തിയാണ് അല്ലെ. അപ്പൊ ഛായാവാദ് കാവ്യക്ക് പ്രവൃത്തിക്ക് രൂപമേ എന്താണ് നമ്മള് രഹസ്യഭാവനയെ ഉൾപ്പെടുത്താവുന്നതാണ്. ബാക്കി മൂന്നും എന്തിൽ വരുന്നു, നമ്മുടെ ഭാരതേന്ദു യുഗത്തിൽ തന്നെ വരുന്നതാണ്. ഓക്കെ, നമുക്കിനി 13ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അപ്പോ 13ാമത്തെ ചോദ്യമാണ് നിമ്നലിഖിത് കവിയോ മേ ഭാരതേന്ദു യുഗ് കെ കവി. അപ്പൊ ഭാരതേന്ദു യുഗ് കെ കവി എന്ന രീതിയിൽ മണ്ഡൽ കെ കവി നമുക്കറിയാം. അപ്പൊ അതില്
താഴെ തന്നിരിക്കുന്നതിൽ ഭാരതീയ യുഗിൽ വരുന്ന കവി ഏതെന്നാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം പറയാൻ കഴിയും. നോക്കാം. പ്രതാപ് നാരായൺ മിശ്ര ഉണ്ട്, രാം നരേഷ് ത്രിപാഠി ഉണ്ട്, അയോധ്യ സിംഗ് ഉപാധ്യായ് ഹരിയൗധ് ഉണ്ട്, മഖലാൽ ചതുർവേദി ഉണ്ട്. ഇതില് ഭാരതേന്ദു മണ്ഡൽ കെ കവി ആരാണ്? അമൃത ഡി, മഖലാൽ എന്ന് പറയുന്നു. ഓക്കെ, പ്രതാപ് എന്ന അക്ഷര പറയുന്നു, എ പറയുന്നുണ്ട്. ഓക്കെ, വിമലാണ് ഡി പറഞ്ഞത്. ഓക്കെ, അപ്പൊ എ പറയുന്നുണ്ട് പ്രതാപ് നാരായൺ മിശ്ര. ഓക്കെ, അപ്പൊ ആരാണ് കറക്റ്റ് ആയിട്ട് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. പ്രതാപ് നാരായൺ മിശ്ര. രാം നരേഷ് ത്രിപാഠി ആണോ? അയോധ്യ സിംഗ് ഉപാധ്യായ് ഹരിയൗധ് ആണോ? അതുപോലെ മാഖൻലാൽ ചതുർവേദി ആണോ എന്നുള്ളതാണ്. ഓക്കെ, ആക്ച്വലി കറക്റ്റ് ആൻസർ വരുന്നത് എന്താണ്? പ്രതാപ് നാരായൺ മിശ്ര ആണ്. അപ്പോ പെഹല ജോ ജവാബ് അല്ലെ, ഭാരതീയ യുഗ് കവി ഹെ ആരാണ്? പ്രതാപ് നാരായൺ മിശ്ര ആണ്. ബാക്കി എല്ലാവരും എന്താണ്? ഓക്കെ, കവി നഹി ഹെ എന്നാണ്. ഓക്കെ, അപ്പോ ബാക്കി എല്ലാവരും എന്താണ്? രാം നരേഷ് ത്രിപാഠി, അയോധ്യ സിംഗ് ഉപാധ്യായ ഹരിയൗധ്, മാഖൻലാൽ ചതുർവേദി, ഈ 3 പേരും എന്താണ്? നഹി ഹെ എന്ന് വിമൽ വായിച്ചു എന്നുള്ളതാണ്. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. അപ്പൊ നമ്മൾ ചോദ്യം എപ്പോഴും ശ്രദ്ധിക്കണം. സാധാരണയായിട്ട് നഹി ഹെ എന്ന രീതിയിൽ ചോദ്യമാണ് വരാറ്. ഇവിടെ ആര് എന്നുള്ള ചോദ്യമാണ് വന്നിട്ടുള്ളത്. അപ്പോ ബാക്കി 3 പേരും ദ്വിവേദി യുഗിൽ വരുന്നതാണ്. അപ്പോ പ്രതാപ് നാരായൺ മിശ്ര ഭാരതേന്ദു യുഗിൽ വരുന്നതാണ്. ഓക്കെ, മഖൻലാലൊക്കെ മറ്റേ രാഷ്ട്ര കാവ്യധാരയിൽ വരുന്നതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. 14ാമത്തെ ചോദ്യത്തിലേക്ക് പോകുവാണ്. 14ാമത്തെ ചോദ്യമാണ്, നിമ്നലിഖിത് മേ സെ ഭാരതേന്ദു ഹരിശ്ചന്ദ്ര ക മൗലിക് നാടക് കौन सा है? അപ്പൊ ഭാരതേന്ദു ഹരിശ്ചന്ദ്ര മൗലിക് നാടകം എഴുതിയിട്ടുണ്ട്, അനൂദിത് നാടകങ്ങളും എഴുതിയിട്ടുണ്ട്. അപ്പൊ താഴെ തന്നിട്ടുള്ളതില് എന്താണ് പുള്ളിയുടെ മൗലിക് നാടകം ഏതെന്നാണ് ചോദ്യം. നോക്കാം, ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. വിദ്യാസുന്ദർ, ഭാരത് ദുർദശ, ധനഞ്ജയ് വിജയ്, ഭാരത് ജനനി. ഇതില് മൗലിക് നാടക് कौन सा है എന്നാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ ഉത്തരം വേഗം ടൈപ്പ് ചെയ്ത് അയക്കാം. ഓക്കെ, 14 ബി ഭാരത് ദുർദർശ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാണ്? വിമൽ ആണ് ആദ്യം പറഞ്ഞത്. ഓക്കെ, അഫ്സാന ബി പറഞ്ഞു. ജലത അക്ഷര എ ബി ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അമൃത ഗോപാലകൃഷ്ണൻ ബി ആണ്. അതായത് ഭാരത് ദൂരദർശ എന്ന ഉത്തരത്തിലേക്കാണ് എല്ലാവരും എത്തുന്നത്. ഓക്കെ, അപ്പോ എന്താണ് ഇത്? കറക്റ്റായ ആൻസർ ആണ്. ഓക്കെ, ക്യോങ്കി എന്താണ് ഭാരതേന്ദു ഹരിശ്ചന്ദ്ര ക മൗലിക് നാടക് എന്ന് വിളിക്കുന്നത് എന്താണ്? ഭാരത് ദുർദശയാണ്. ബാക്കി എല്ലാ 3ഉം എന്താണ്? അനൂദിത് നാടകമാണ്. അപ്പോ ഭാരത് ദുർദശ ഭാരതേന്ദു ഹരിശ്ചന്ദ്ര ക मौलिक नाटक है, बाकी जो सब कुछ क्या है? अनूदित नाटक है. तो हम चलते हैं 15वां सवाल की ओर, और 15वां सवाल ये है, निम्नलिखित में भारतेंदु हरिश्चंद्र की काव्य प्रवृत्ति नहीं है, अല്ല काव्य कृति नहीं है. അപ്പൊ താഴെ തന്നിട്ടുള്ളതിലെ ഭാരതേന്ദുവിന്റെ കാവ്യകൃതി അല്ലാത്ത കൃതി ഏതെന്നുള്ളതാണ് ചോദ്യം. അല്ലെ, അപ്പൊ ഒരുപാട് കൃതികൾ ഭാരതേന്ദു എഴുതിയിട്ടുണ്ട്. എന്ത് കാവ്യകൃതികൾ തന്നെ 19 മുകളിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതില് ഇദ്ദേഹത്തിൻ്റെതല്ലാത്ത കൃതി ഏതെന്നാണ് നമുക്ക് നോക്കാം. എല്ലാം പ്രേമാണ്. എന്താണ്? പ്രേം പുഷ്പാവലി, പ്രേം മാലിക, പ്രേം സരോവർ, പ്രേം ഫുൽവാരി. അപ്പൊ ഈ 4എണ്ണത്തില് ഭാരതേന്ദുവിന്റെ അല്ലാത്ത കൃതി നിങ്ങൾ തെരഞ്ഞെടുത്ത് എഴുതുക. ഓക്കെ, അപ്പോ നോക്കാം. ഇപ്പൊ ഭാരത് ദുർദശയുടെ ഡിസ്കഷൻ കഴിഞ്ഞു. ഓക്കെ, 15 എ എന്ന് പറഞ്ഞിട്ടുണ്ട്, പുഷ്പാവലിയാണ്. അക്ഷര ബി മാലിക പറഞ്ഞിട്ടുണ്ട്. നോക്കാം ഏതാണെന്ന്. ഓക്കെ, ബി ആണ് പറഞ്ഞിട്ടുള്ള മാലിക, പ്രേം മാലിക. ഓക്കെ, മിനി എ പറഞ്ഞിട്ടു പുഷ്പാവലി. വിമൽ എ, ലക്ഷ്മി എ ആണ്. ഓക്കെ, ഷംസിയ ബി, ഹിന്ദി ഗ്യാൻ കി ദുനിയ എ ആണ്. പ്രേം പുഷ്പാവലി എന്ന് ആണ് മിക്ക ആളുകളും പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം പ്രേം പുഷ്പാവലി ആണോ അതോ ഇനി പ്രേം മാലികയാണോ നമുക്ക് നോക്കാം. ഓക്കെ, എ ആണ് പറയുന്നത്, പ്രേം പുഷ്പാവലി. പ്രേം വെച്ച് ഒരുപാട് അദ്ദേഹത്തിന്റെ കൃതികളുണ്ട് അല്ലെ. പ്രേം ഫുൽവാരി ഉണ്ട്, അതുപോലെ എന്താണ് പ്രേം പുഷ്പാവലിയുണ്ട്, പ്രേം മാലികയുണ്ട്, പ്രേം സരോവർ ഉണ്ട്.
ഇങ്ങനെ ഒരുപാട് കൃതികൾ എന്താണ് പ്രേം വെച്ച് തന്നെ ഉണ്ട്. അപ്പൊ ഇതില് കറക്റ്റ് വരുന്നത് ഏതെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ മിക്ക ആളുകളും ഓപ്ഷൻ എ ആണ് തന്നത്. പക്ഷേ ശരിയായ ഉത്തരം ഏതാണ്? 15-ാമത്തെ ബി ആണ്. പ്രേം മാലികയാണ് ശരിയായ ഉത്തരം. പ്രേം മാലിക ഉസ്കാ സഹി ജവാബ് ഹെ. അപ്പോൾ ബാക്കി മൂന്നും ആരുടേതാണ്? നമ്മുടെ ഭാരതേന്ദു ഹരിശ്ചന്ദ്രന്റെ രചനകളാണ്. അപ്പൊ പ്രേം മാലികയാണ് അല്ലാത്തതായി വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഉത്തരം ശരിയായി കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അതെ, പുഷ്പാവലി പ്രതാപ് നാരായൺ മിശ്രന്റെ ഇതില് ഉണ്ട്. യെസ്, കറക്റ്റ് ആണ്. പക്ഷെ ഭരതേന്ദുവിന്റെയും എന്താണ് പ്രേം പുഷ്പാവലി ഉണ്ട്. ഇവിടെ പ്രേം മാലികയാണ് ഭരതേന്ദുവിന്റെ അല്ലാത്ത എന്ത് വരുന്നത്. ഓക്കെ, യെസ്, കറക്റ്റ്. ഒരേ ഇതില് വരുന്നുണ്ട്. എന്താണ്? പ്രേം പുഷ്പാവലി, പ്രേം സരോവർ, പ്രേം ഫുൽവാരി അങ്ങനെ വരുന്നുണ്ട്. അതുപോലെ പ്രേം മാലിക, യെസ്, പ്രേം മാലിക വരുന്നത് ആരുടെയാണ്? ബദ്രി നാരായൺ ചൗധരി പ്രേംഖന്റേതാണ് എന്ത് പ്രേം മാലിക വരുന്നത്. അപ്പൊ പ്രേം പുഷ്പാവലിയും പ്രേം സരോവർ, പ്രേം ഫുൽവാരി ആരുടേതാണ്? ഭരതേന്ദു ഹരിശ്ചന്ദ്രനെയാണ്. ബദ്രി നാരായൺ ചൗധരി പ്രേംഖന്നിന്റെ ആണ് എന്ത് പ്രേം മാലിക എന്ന കൃതി വരുന്നത്. ഓക്കെ, നമുക്കിനി എന്ത് ചെയ്യാം? 16-ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 16-ാമത്തെ ചോദ്യമാണ് ലാളിത്യ ലഹരി കിസ്കി കാവ്യകൃതി ഹെ. അല്ലെ, ലാളിത്യ ലഹരി എന്നത് ആരുടെ രചനയാണ് എന്നുള്ളതാണ്. അപ്പോ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഇവിടെ പ്രതാപ് നാരായൺ മിശ്ര ഉണ്ട്, ബദ്രി നാരായൺ ചൗധരി പ്രേംഖൻ ഉണ്ട്, അതുപോലെ എന്താണ് രാധാകൃഷ്ണ ദാസ് ഉണ്ട്, അതുപോലെ ജഗ്മോഹൻ സിംഗ് ഉണ്ട്. അപ്പൊ ഈ 4 എന്താണ് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ലാളിത്യ ലഹരി കിസ്കി കാവ്യകൃതി ഹെ എന്നുള്ളതാണ്. അപ്പോ പ്രതാപ് നാരായൺ മിശ്ര, ബദ്രി നാരായൺ ചൗധരി പ്രേംഖൻ, അതുപോലെ രാധാകൃഷ്ണദാസ് ഉണ്ട്, ജഗ്മോഹൻ സിംഗ് ഉണ്ട്. അപ്പൊ ഇതില് നോക്കാം നമുക്ക് ഏതാണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, പ്രേംഖൻ എന്ന് ഒരാൾ ആദർശ് പറയുന്നുണ്ട്. അതുപോലെ ലക്ഷ്മി എന്താണ് ഓപ്ഷൻ ബി പറയുന്നുണ്ട്. എന്താണ്? ബദ്രി നാരായൺ ചൗധരി പ്രേംഖൻ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സാഹിത്യലഹരി. ഓക്കെ, സാഹിത്യലഹരിയാണ് എന്ത് സൂർദാസിൻ്റെതായിട്ടുള്ളത്. ഇത് ലാളിത്യ ലഹരിയാണ്. ലാളിത്യ ലഹരി കിസ്കി കാവ്യകൃതി ഹെ എന്ന് ചോദിക്കുമ്പോൾ ശരിയായ ഉത്തരം എന്താണ്? ബദ്രി നാരായൺ ചൗധരി പ്രേംഖനിൻ്റെതാണ് എന്ത് ലാളിത്യ ലഹരി എന്നത്. അപ്പൊ ഓപ്ഷൻ ബി ആണ് എന്ത് ശരിയായ ഉത്തരം. നമ്മൾ ബദ്രി നാരായൺ ചൗധരി പ്രേംഖനിന്റെ കൃതിയാണ് ലാളിത്യ ലഹരി. ഓക്കെ, ഇനി 17-ാമത്തെ ഒരു ചോദ്യത്തിലേക്ക് പോകാം. 17-ാമത്തെ ചോദ്യം ഇതാണ്. നിംലിഖിത് മേ സെ ഭാരതേന്ദു ഹരിശ്ചന്ദ്ര കി പത്രിക നഹി ഹെ. അപ്പൊ താഴെ തന്നിരിക്കുന്നതില് നമ്മുടെ ഭാരതേന്ദു ഹരിശ്ചന്ദ്രന്റെ പത്രിക മാഗസിൻ അല്ലാത്തത് ഏതെന്നുള്ളതാണ് ചോദ്യം. അപ്പോ താഴെ തന്നിട്ടുള്ളതിൽ എന്താണ് ഭാരതേന്ദു ഹരിശ്ചന്ദ്രക്ക് പത്രിക അല്ലാത്തത് ഏതെന്നുള്ള ഓപ്ഷനാണ്. നോക്കാം, ഇവിടെ ഓപ്ഷൻ ഞാൻ തരാം. ഭാരതേന്ദു, ഹരിശ്ചന്ദ്ര ചന്ദ്രിക, കവിവചൻ സുധ, ബാൽബോധിനി, ഈ 4 ഉള്ളത്. ഇതിലെ ഭാരതേന്ദു ഹരിശ്ചന്ദ്രന്റെ അല്ലാത്ത മാഗസിൻ അല്ലെങ്കിൽ പത്രിക ഏതെന്നുള്ളതാണ് ചോദ്യം. 17-ാമത്തെ എ ലക്ഷ്മി കമന്റ് ചെയ്തിട്ടുണ്ട്, ഭാരതേന്ദു എന്നാണ് കമന്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ലക്ഷ്മി മാത്രമല്ല മറ്റു പലവരും എന്താണ് ഭാരതേന്ദു, എല്ലാവരും ഭാരതേന്ദുവിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അപ്പൊ പെട്ടെന്ന് നമുക്ക് ഭാരതേന്ദു ഹരിശ്ചന്ദ്രന്റെ മാഗസിൻ എന്ന രീതിയിൽ ഭാരതേന്ദു എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നാം, ഓ യെസ്, കറക്റ്റ് ആണ്, ഭാരതേന്ദു ആണല്ലോ എന്ന്. പക്ഷേ ഭാരതേന്ദു എന്ന പേരിൽ മാഗസിൻ ഇല്ല. അപ്പോ ഹരിശ്ചന്ദ്ര ചന്ദ്രികയും കവിവചൻ സുധ അതുപോലെ ബാൽബോധിനിയും ആരുടേതാണ്? നമ്മുടെ ഭാരതേന്ദു ഹരിശ്ചന്ദ്രന്റെ മാഗസിൻ ആണ്. അപ്പോ ബാലബോധിനി എന്നും ബാലാബോധിനി എന്നും പറയുന്നുണ്ട്. അപ്പൊ 2 രീതിയിൽ പറയുന്നുണ്ട്. അപ്പൊ രണ്ടായാലും എന്താണ് ഇത് ഭാരതേന്ദു ഹരിശ്ചന്ദ്രന്റെ പത്രികയാണ് എന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ കവിവചൻ സുധ, ഹരിശ്ചന്ദ്ര ചന്ദ്രികയൊക്കെ പിന്നെ അത്യാവശ്യം ഫേമസ് ആണ്. പലപ്പോഴും നമ്മൾ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള 2 മാഗസിനുകളുടെ പേരുകളാണ്. അപ്പോൾ നിങ്ങൾ ഈ പത്രികകൾ എന്ത് ചെയ്യുക, ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. तो हम चलते हैं 18वें सवाल की ओर. 18-ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ബ്രാഹ്മൺ പത്രിക കാ സമ്പാദക് കോൻ ഥാ. അപ്പൊ ബ്രാഹ്മൺ എന്ന ആ പത്രികയുടെ സമ്പാദക് ആരായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ദേവ് പറഞ്ഞിട്ടുണ്ട് എന്താണ് രാധാചരൺ ഗോസ്വാമിയുടെ ഭാരതേന്ദു. ഓക്കെ, കറക്റ്റ് ആണ്.
അപ്പൊ ഇവിടെ ബ്രാഹ്മൺ ആരുടേതാണ്? ഓക്കെ, ഇവിടെ ഓപ്ഷൻസ് വരുന്നതിന് മുമ്പ് പ്രതാപ് നാരായൺ മിശ്ര എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പണ്ഡിറ്റ് ബാലകൃഷ്ണ ഭട്ട് ഉണ്ട്, ബദരി നാരായൺ ചൗധരി പ്രേംഖൻ ഉണ്ട്, പണ്ഡിറ്റ് പ്രതാപ് നാരായൺ മിശ്ര ഉണ്ട്, രാധാചരൺ ഗോസ്വാമി ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഉത്തരങ്ങളായിട്ട് വരുന്നുണ്ട് പ്രതാപ് നാരായൺ മിശ്ര ആണ് ഉത്തരങ്ങളായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? ഓക്കെ, പണ്ഡിറ്റ് പ്രതാപ് നാരായൺ മിശ്ര ആണ്. അപ്പൊ ബ്രാഹ്മൺ എന്ന പത്രികയുടെ എഡിറ്റർ ആയിരുന്നത് ആരാണ്? ഓപ്ഷൻ സി ആയിട്ടുള്ള പണ്ഡിറ്റ് പ്രതാപ് നാരായൺ മിശ്ര ആണ്. ഓക്കെ, വളരെ ശരിയായ ഉത്തരമാണ് നിങ്ങൾ തന്നിട്ടുള്ളത്. അപ്പൊ കറക്റ്റ് ആണ് എന്ത്? പണ്ഡിറ്റ് പ്രതാപ് നാരായൺ മിശ്ര ആണ്. ഓക്കെ, 19ാമത്തെ ചോദ്യമാണ്, ഹോ ഹോ ഹോരി കിസ്കി കാവ്യകൃതി ഹെ? ഹോ ഹോ ഹോരി എന്നത് ആരുടെ കാവ്യകൃതി എന്നുള്ളതാണ്. ഓക്കെ, ഹിന്ദി പ്രദീപ്, ഓക്കെ, ബാലകൃഷ്ണ ഭട്ടെന്ന് കൊടുത്തിട്ടുണ്ട്. അഫ്സന ആസിഫാണ്. ഓക്കെ, അംബിക ദത്ത് വ്യാസിന്റെ ഉണ്ട്, പിന്നെ എന്ത് മാഗസിൻ, അത് അക്ഷരയാണ് അത് ഷെയർ ചെയ്തത്. ഓക്കെ, അപ്പൊ ഇവിടെ ഹോ ഹോ ഹോരി എന്താണ്? അക്ഷര അംബിക ദത്ത് വ്യാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പണ്ഡിറ്റ് ബാലകൃഷ്ണ ഭട്ട് ഉണ്ട്, ബദരി നാരായൺ ചൗധരി പ്രേംഖൻ ഉണ്ട്, അംബിക ദത്ത് വ്യാസ് ഉണ്ട്, രാധാചരൺ ഗോസ്വാമി ഉണ്ട്. ഓക്കെ, ഈവൻ ഓപ്ഷൻസ് വരുന്നതിന് മുമ്പേ നിങ്ങൾ പലരും കമന്റ് ചെയ്ത് കഴിഞ്ഞു. കാരണം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ആ ഒരു ഹോ ഹോ ഹോരി എന്ന് പറയുന്നത് തന്നെ ഒരു വെറൈറ്റി പേരാണ്. അപ്പോ പെട്ടെന്ന് നമുക്ക് അത് പഠിച്ചെടുക്കുവാനും ഓർത്തെടുക്കുവാനും കഴിയും. അപ്പോൾ അത് ആരെഴുതി? അംബിക ദത്ത് വ്യാസ് കി കാവ്യകൃതി ആണ് എന്ത്? ഹോ ഹോ ഹോരി എന്നുള്ളത്. അപ്പോ നിങ്ങളിൽ എല്ലാവരും മികച്ച രീതിയിൽ ഇത് എന്താണ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഹോ ഹോ ഹോരിയാണ് എന്ത്? ആരുടെ രചന? അംബിക ദത്ത് വ്യാസിന്റെ രചന. ഇനി 20ാമത്തെ ചോദ്യമാണ്, എൻമേ സെ ഭാരതേന്ദു മണ്ഡൽ കാ ലേഖക് കോൻ ഹെ? ഇതില് ഭാരതേന്ദു മണ്ഡലിന്റെ എന്താണ് പെട്ടിട്ടുള്ള ലേഖക് ആരെന്നുള്ളതാണ്. അപ്പൊ ഇതും എന്താണ്? നെഹിഹെ അല്ല, താഴെ തന്നിട്ടുള്ളതിൽ ഭാരതേന്ദു മണ്ഡൽ കാ ലേഖക് കോൻ ഹെ എന്ന ചോദ്യമാണ്. അപ്പൊ നോക്കാം, ഇവിടെ സർദാർ പൂർൺ സിംഗ്, ബദരി നാരായൺ ചൗധരി പ്രേംഖൻ, അയോധ്യ സിംഗ് ഉപാധ്യായ്, ഹരി ഔധ്, മൈഥിലി ശരൺ ഗുപ്ത്. ഈ 4 പേരിലെ ഭാരതേന്ദു മണ്ഡൽ വരുന്ന കവി ആര് എന്നുള്ളതാണ് 20ാമത്തെ. നാരായൺ ചൗധരി പ്രേംഖൻ എന്നതാണ് ശരിയായ ഉത്തരം. അപ്പൊ എന്താണ്? ഭാരതേന്ദു മണ്ഡൽക്കെ കവികൾ ആരെല്ലാമാണെന്ന് നോക്കണം. നേരെ തിരിച്ചും ചോദ്യങ്ങൾ വരാം. ഭാരതേന്ദു മണ്ഡൽക്കെ കവി കോൻ നെഹി ഹെ എന്ന ചോദ്യം വരാം, അല്ലെങ്കിൽ ദ്വിവേദി യുക്കെ കവി കോൻ ഹെ എന്ന രീതിയിൽ ചോദ്യം വരാം. പല രീതിയിൽ ചോദ്യങ്ങൾ വരും. അപ്പൊ നിങ്ങൾ ആ ലിസ്റ്റിൽ വരുന്ന കവികളെ നോക്കി വെക്കുക, അതുപോലെ കൃതികൾ നോക്കി വെക്കുക. പിന്നെ ഈ പറയുന്ന ഭരതേന്ദു യുഗിന്റെയും ദ്വിവേദി യുഗിന്റെയും പ്രവൃത്തികൾ നോക്കി വെക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കാരണം തിരിച്ചും മറിച്ചും പല രീതിയിൽ എന്ത് ചെയ്യാം? ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോ ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.